ഗൈസ് അപ്പോൾ ഇന്ന് ഞാനും തുമ്പമ്മയും അല്ലോട്ടനൊക്കെ ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആനിവേഴ്സറി ആയിട്ട് ഒരു പരിപാടിയില്ലായിരുന്ന മോശമല്ലേ അല്ലേ? അടുത്ത കൊല്ലം ആലോചിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതെങ്കിലും ചെയ്തു എന്ന് പറയണ്ടേ. അപ്പോൾ മൂവിയുടെ പേരാണ് അല്ലോട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള മൂവിക്കാണ് പോണത്. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോണത്, നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അപ്പും ആര്യയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോണത്. അമ്മയും അച്ഛനും ഓൾറെഡി വീട്ടിലില്ല, ഇളയമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ മുക്കത്തേക്കാണ് പോണത്. മുക്കത്താണ് ഞങ്ങൾ മൂവി കാണാൻ സ്ഥിരമായിട്ട് പോകാറ് കേട്ടോ. പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ട്. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പൂൻ്റെ സ്പീഡ് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു ഗൈസ്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പോവാണ്. തുമ്പം അയ്യോ എനിക്ക് മഴ കൊള്ളുന്നേ എന്നൊക്കെയാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇവർ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതാണ് ഗൈസ്. ആക്ച്വലി ഈ മൂവിയുടെ കണ്ടന്റ് ഇതായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാതെ പോയതുകൊണ്ട് ഈ കണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സിനൊക്കെ കുറിച്ചിട്ട് നൈസായിട്ട് താങ്ങിയിട്ടുണ്ട്. എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടിപ്പിക്കൽ ഒരു ദിലീപ് മൂവി എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ കോമഡി ആവാമായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇതാ മക്കളെ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാങ്ക് വീഡിയോസ് അതുപോലെ വ്ളോഗേഴ്സ് ഉള്ളവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കായിരുന്നു കേട്ടോ. മൂവിയിൽ ഓരോ കോമഡീസ് വരുമ്പോൾ മഴയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എന്തൊക്കെയോ കാറിലെ കയറ്റാണ്, അതങ്ങനെ കയറ്റാണ്. ഞങ്ങൾ വീട്ടിൽ കയറി ചെന്ന പാടും കണ്ടത് എന്താ പറയുക, അച്ഛൻ നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മൂവിയിൽ ദിലീപിൻ്റെ അച്ഛൻ്റെ റോൾ ചെയ്യുന്നുണ്ട് സിദ്ദിഖ്. ആ ഒരു ക്യാരക്ടർ ഓർമ്മ വന്നിട്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കും. മരുമോൾ എപ്പോഴാണ് വ്ളോഗും കൊണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീനാണ് ഓർമ്മ വന്നത്. അത് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചു. അങ്ങനെ അപ്പു ആരെയും കൂടെ വന്ന് പായസമൊക്കെ കുടിച്ചു. ആനിവേഴ്സറി ആയിരുന്നല്ലോ. പായസമൊക്കെ കുടിച്ച് അവർ ടാറ്റാ ബേബിയെ പറഞ്ഞ് പോവാണ് ഗൈസ്. നൈറ്റ് ആയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത്തവണത്തെ ആനിവേഴ്സറി നമ്മളൊരു പായസത്തിലും ഒരു സിനിമയിലും ഒതുക്കിയിട്ടുണ്ട്. അടുത്ത വർഷം എൻ്റെ കെട്ടിയോൻ്റെ കൂടെ എനിക്ക് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റണമെന്ന് സ്വയം പ്രാർത്ഥിച്ചുകൊണ്ടില്ലേ ഞാൻ. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എപ്പോഴും അതെ അല്ലോട്ടനും തുമ്പമ്മ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എന്തോ ഒരു സങ്കടമാണ് കേട്ടോ അവർക്ക്. അങ്ങനെ തുമ്പമ്മ ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവർ പോയി ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.